ഹായ് വീവേഴ്സ്, രേഖ സ്റ്റിച്ചിങ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ബ്ലൗസിൻ്റെ ഫ്രണ്ട് ബെൽറ്റ് എങ്ങനെയാണ് നമ്മൾ തയ്യൽ തുമ്പ് അകത്താക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്നുള്ളതാണ് കാണിക്കുന്നത്. ഇങ്ങനെ തയ്ക്കുമ്പോൾ നല്ല ഫിനിഷിംഗ് ആണ് ബ്ലൗസിന്, നല്ല വൃത്തിയിലിരിക്കും. ഇങ്ങനെ തയ്ച്ചെടുത്താൽ ഇതെങ്ങനെയാണെന്നുള്ള വീഡിയോയാണ് ഇന്ന് കാണിക്കുന്നത്. അതിന് നമ്മൾ വേറെ ഒന്നുമില്ല, സാധാരണ നമ്മളെ ബെൽറ്റ് ഫ്രണ്ടിലെ ബെൽറ്റ് വീതിയുള്ള ബെൽറ്റ് വെട്ടുന്നത് എങ്ങനെയാണോ, തയ്ക്കണത് എങ്ങനെയാണോ അതുപോലെ തന്നെ തയ്ച്ചെടുക്കുക. ആദ്യം തയ്ച്ചെടുത്തിട്ട് നമ്മൾ സൈഡിൽ അടിക്കണ്ട, ഓപ്പണാക്കി സൈഡ് ഓപ്പണാക്കി തന്നെ ഇട്ടിരുന്നാൽ മതി. അതങ്ങനെ അടിച്ചെടുത്തതിന് ശേഷം 4 സൈഡും ഒരുപോലെ കറക്റ്റിന് വെട്ടിയെടുക്കണമെങ്കിൽ മാത്രമാണ് നമ്മൾ അടിച്ചെടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് വരുള്ളൂ. അതിനുശേഷം ഇതുപോലെ ഫ്രണ്ട് പീസ് നമ്മൾ സാധാരണ ഇങ്ങനെ ഒരുമിച്ച് വെച്ചല്ലേ നമ്മൾ സാധാരണ അടിച്ചെടുക്കുന്നത്. ഇത് അതുപോലെയല്ല, ഇതിനൊരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ. നല്ല എളുപ്പമാണ്, കണ്ടു നോക്കിയാൽ എല്ലാവർക്കും മനസ്സിലാവും. അതിനായിട്ട് നമ്മൾ ഈ പട്ട അടിച്ച് വെച്ചതിൻ്റെ ഒരു പീസ് മാത്രം ഒരു ഭാഗത്തോട്ടും രണ്ട് പീസ് ഒരു ഭാഗത്തോട്ടുമായിട്ട് ഇതുപോലെ ഇങ്ങനെ വിരിച്ചിടുക. വിരിച്ചിട്ടതിന് ശേഷം നമ്മൾ സാധാരണ അടിക്കുന്ന പോലെ ആ 2 പീസ് ഇരിക്കുന്ന ഭാഗത്ത് ആയിട്ട് ആദ്യം നമ്മളെ ഫ്രണ്ട് പാർട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. 2 സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇതുപോലെ കിട്ടും. എന്നിട്ട് ഒരു ഭാഗം ഓപ്പൺ ഇങ്ങനെ താഴോട്ട് തന്നെ കിടക്കും. അതിലേക്കാണ് നമ്മളിനി അടുത്ത് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അതെങ്ങനെയാണെന്നാണ് ഇനി അടുത്ത് കാണിക്കുന്നത്. അതിനായിട്ട് നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുപോലെ ഇങ്ങനെ പതുക്കെ ചുരുട്ടി കൊണ്ടുവന്നിട്ട് നല്ല വശം ഇട്ടിട്ട് വേണം കേട്ടോ. ചുരുട്ടി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മൾ അടിച്ച് തയ്യൽ തുമ്പിലേക്ക് ആ മറ്റേ പീസ് അടിച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചുരുട്ടി വെച്ച ഭാഗം നമ്മൾ സ്റ്റിച്ചിൽ കയറാതെ ശ്രദ്ധിച്ചോളണം. അതിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഒന്നും അത് പിന്നെ പാടായിരിക്കും, പൊളിച്ചിട്ട് പിന്നെ ഒന്നേന്ന് അടിക്കേണ്ടി വരും. അതുകൊണ്ട് ആ സ്റ്റിച്ചിൽ തട്ടാതെ ആ 2 പീസും കൂടി ആ നമ്മൾ ചുരുട്ടി വെച്ചത് അകത്തേക്ക് അകത്തൊക്കെ വിധം ചുരുട്ടിയത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ അടിച്ചെടുക്കുക. നല്ല എളുപ്പം ചെയ്ത് നോക്കിയപ്പോഴും കേട്ടോ, പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഒരുപാട് ബ്ലൗസുകൾ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴാണ് എനിക്കത് മനസ്സിലായത് എങ്ങനെയാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും കൂടി അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ആവശ്യമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടിട്ട് ചെയ്ത് നോക്കണേ. എന്നിട്ട് ഇതുപോലെ മറിച്ചിട്ടെടുത്താൽ മതി. അകത്തുനിന്ന് ഇതുപോലെ മറിച്ചിടുമ്പോഴത്തേക്ക് നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കിട്ടും. നല്ല ഫിനിഷിംഗ് ആണ് ബ്ലൗസ് ഇങ്ങനെ തയ്ച്ചെടുക്കുമ്പോൾ. നല്ല എളുപ്പമുണ്ട് ചെയ്യാൻ, പാടൊന്നുമില്ല. ചെയ്ത് നോക്കിയപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. എങ്ങനെയാണോ എന്തോന്ന് ഞാനും വിചാരിച്ചിട്ടുണ്ട്, പക്ഷേ ചെയ്ത് നോക്കിയപ്പോൾ നല്ല എളുപ്പമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും, പക്ഷേ എനിക്ക് അറിഞ്ഞില്ലായിരുന്നു. ഞാൻ ഇപ്പോൾ ഈ ഇടയ്ക്കാണ് അത് പഠിച്ചെടുത്തത്. അതുകൊണ്ടാണ് ഒരു വീഡിയോ ആയിട്ടിട്ടത്. അറിയാത്ത ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കല്ലേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കമൻറ്റ്, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ സംശയം കമൻറ്റായിട്ട് തന്നെ രേഖപ്പെടുത്തിയാൽ മതി. പിന്നെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് അതിൻ്റെ സൈഡൊക്കെ എല്ലാം കട്ട് ചെയ്ത് നല്ല കറക്റ്റ് ചെയ്തെടുക്കുമ്പോൾ നല്ല ഫിനിഷിംഗ് ആയിരിക്കും. ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.